ഹലോ ഗൈസ്, നമുക്കിന്ന് പാത്രം കഴുകുന്നതിൻ്റെ ലിക്വിഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതിനായിട്ട് 2 ബേസണാണ് നമ്മൾ എടുക്കേണ്ടത്. പ്ലാസ്റ്റിക്കിൻ്റെ ചുവട് കട്ടിയുള്ള 2 ബേസൺ എടുക്കുക. അതിനായിട്ട് 2 ഒരു ബേസണും ഒരു ബക്കറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ലിറ്ററിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മളിതെല്ലാം കലക്കേണ്ടത്. അതിനായിട്ട് മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ലിറ്റർ കണക്കാക്കാനാണ്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ലറി 1 ലിറ്റർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് കാസ്റ്റിക് സോഡ, പെർഫ്യൂം, യൂറിയ, സോഡിയം സൾഫേറ്റ്, ലിക്വിഡ് കലക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കളറ്, പിന്നെ അത് കലക്കാനായിട്ട് ഇതേപോലെ ഒരു കോലോ എന്തെങ്കിലും നമ്മൾ എടുത്തു വെച്ചിരിക്കണം. ഇത്രയാണ് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് കലക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്കിത് കലക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. ഇതിനായിട്ട് നമ്മൾ ബേസണിനകത്ത് 3 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പിക്ക് 3 ലിറ്റർ വെള്ളം നമ്മൾ 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്താൽ തന്നെ അത് 3 ലിറ്റർ വെള്ളമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ 3 ലിറ്റർ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് സ്ലറിയാണ് നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇതേപോലെ ഒരു കോല് കൊണ്ട് നല്ലതുപോലെ കലക്കി കൊടുക്കണം. കുറേശ്ശെയായിട്ട് ഒഴിച്ച് നല്ലതുപോലെ കലക്കി കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് പതയൊക്കെ വരും കേട്ടോ. അപ്പം ഇതേപോലെ ഈ ഒരു പരുവത്തിന് കിട്ടണം. കൈവിടാതെ നല്ലതുപോലെ നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമ്മൾ നല്ലതുപോലെ സ്ലറി ഒഴിച്ച് കോലുകൊണ്ട് കലക്കിയെടുക്കുക. കലക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ ഉപയോഗിക്കരുത്. കോലുകൊണ്ടോ കമ്പ് കൊണ്ടോ എന്തെങ്കിലും വെച്ച് വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു ബക്കറ്റിലോട്ട് 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. കുപ്പിയിൽ ഒരു കുപ്പി അളന്ന് ഒഴിച്ചാൽ മതി. അതിനകത്തോട്ട് കാസ്റ്റിക് സോഡ ഇട്ടിട്ട് അത് നല്ലതുപോലെ നമ്മൾ കോല് കൊണ്ട് തന്നെ കലക്കിയെടുക്കണം. പ്രത്യേകിച്ച് കളർ വ്യത്യാസമൊന്നും വരത്തില്ല. നമ്മൾ കലക്കി കഴിയുമ്പോൾ പച്ചവെള്ളം പോലെ തന്നെ ഇരിക്കും. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒരു കപ്പിനകത്ത് 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് സോഡിയം സൾഫേറ്റ്, യൂറിയ രണ്ടും കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. അത് ഈ കോല് കൊണ്ട് തന്നെ നല്ലതുപോലെ കലക്കി അങ്ങോട്ട് അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ മാറ്റി വെച്ചിരിക്കണം. ഈ കാസ്റ്റിക് സോഡയുടെ വെള്ളമൊക്കെ നല്ല ചൂടായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടാറി കിട്ടാനായിട്ട് നമ്മളൊരു 20 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഈ സ്ലറി കലക്കിയതിൻ്റെ കൂട്ടത്തിൽ ഈ കാസ്റ്റിക് സോഡ കലക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് അത് കോല് കൊണ്ട് നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുക്കണം. ഇതേപോലാണ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലപോലെ ഒന്ന് കലക്കി കൊടുക്കുക. കൊച്ചു കുട്ടികളെ ഒന്നും അടുത്ത് നിർത്താതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത് കെമിക്കലല്ലേ. നല്ലതുപോലെ ഈ ഒരു പരുവത്തിന് കലക്കി കിട്ടിയതിന് ശേഷം ഈ കപ്പിനകത്ത് കലക്കി കൊടുത്തിരിക്കുന്ന സോഡിയം സൾഫേറ്റും യൂറിയയും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ കലക്കിയെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ നല്ലതുപോലെ നമ്മൾ കൈവിടാതെ കലക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് തിക്കായിട്ടൊക്കെ കിട്ടും കേട്ടോ. നല്ലതുപോലെ തിക്കായിട്ട് കിട്ടും. ഇങ്ങനെ നല്ലതുപോലെ ഇത് കലക്കി എടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ആവശ്യമെങ്കിൽ നമുക്ക് 1 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടാണ് നമുക്കത് കലക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ 1 ലിറ്റർ വെള്ളവും കൂടെ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ കലക്കിയെടുക്കാം. ഈ കലക്കിയ മിശ്രിതത്തിലോട്ട് നമുക്ക് പെർഫ്യൂം ചേർത്ത് കൊടുക്കാം കേട്ടോ. പെർഫ്യൂം ചേർത്ത് നല്ലതുപോലെ കലക്കി എടുത്തതിന് ശേഷം കളറും കൂടെ കലക്കി യോജിപ്പിക്കാം. പെർഫ്യൂം ചേർക്കുന്ന സമയത്ത് നല്ലൊരു നാരങ്ങയുടെ ഒക്കെ ഒരു മണം വരും കേട്ടോ. അതിനകത്തോട്ട് കളറും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ കളർ നമുക്ക് മാറിക്കിട്ടും. നല്ല ഒരു
പഴുത്ത നാരങ്ങയുടെ ഒരു കളറാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കൂട്ട് തന്നെ ആ ലിക്വിഡ് അതേ തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പാത്രം കഴുകിയാലും പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ലിക്വിഡിൻ്റെ പരുവത്തിന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിന് ലിക്വിഡ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. 240 രൂപ കൊടുത്ത് നമ്മൾ ഇതിൻ്റെ കെമിക്കൽ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5-6 മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള ലിക്വിഡ് കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഇതേപോലെ ബോട്ടിലിനകത്ത് അടച്ച് സൂക്ഷിക്കുക. 6 മണിക്കൂറിന് ശേഷം മാത്രമേ ഈ ലിക്വിഡ് നമ്മൾ പാത്രം കഴുകാനായിട്ട് എടുക്കാവൂ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.